പൊതുമരാമത്ത് വകുപ്പിന്റെ നൂതന സൗന്ദര്യവൽക്കരണ ആശയങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ജനശ്രദ്ധ നേടുകയാണ്. പഴമയുടെയും ചരിത്രത്തിന്റെയും അവശേഷിപ്പുകളായ ആ പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്ന പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ പുരോഗമിക്കുന്നു. മന്ത്രി പി മുഹമ്മദ് റിയാസിന്റെ ആശയമായിരുന്നു ദീപാലങ്കൃതമായ സംസ്ഥാനത്തെ പാലങ്ങൾ. അങ്ങനെ തെല്ലൊന്നുമല്ല ഈ പാലങ്ങൾ ജനത്തെ ആകർഷിക്കുന്നത്. കോഴിക്കോട് ഫറോക്ക് പഴയ പാലം ദീപാലങ്കൃതമാക്കിയപ്പോൾ അത് ജനതയ്ക്ക് പുതിയൊരു കാഴ്ചയായി മാറി. ഇപ്പോഴിതാ തിരുവനന്തപുരത്തും അതേപോലെ ദീപക്കാഴ്ച ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്തെ തിരഞ്ഞെടുത്ത പാലങ്ങളിലും സൗന്ദര്യവൽക്കരണ പദ്ധതികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. ആദ്യമായി ബേക്കർ ജംഗ്ഷൻ ഫ്ലൈ ഓവർ ഇനി മുതൽ രാവുകളെ പകലാക്കി മാറ്റും. ഈ ഫ്ലൈ ഓവറിനെ ദീപാലങ്കൃതമാക്കി ഒരുക്കുന്നതിനുള്ള ഇല്യൂമിനേഷൻ പ്രവൃത്തികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് ബേക്കർ ജംഗ്ഷൻ പാലത്തിൽ നിരവധി വർണ്ണങ്ങളിൽ ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങും. അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും. പാലത്തിന്റെ കൂറ്റൻ തൂണുകൾ ഇനി വിവിധ വർണ്ണങ്ങളിലാകും തിളങ്ങുക. ഫറോക്ക് പാലം ഇപ്പോഴും രാത്രികാലങ്ങളിൽ ദീപങ്ങളിൽ തിളങ്ങുകയാണ്. നിരവധി പേരാണ് ഇതിലൂടെ യാത്ര ചെയ്ത് ദീപക്കാഴ്ച നുകരാനും ഫോട്ടോ എടുക്കാനും ഒക്കെ എത്തുന്നത്. തിരുവനന്തപുരത്തെ ബേക്കർ ജംഗ്ഷൻ ഫ്ലൈ ഓവർ ദീപാലങ്കൃതമാക്കുന്നത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മന്ത്രിമാരായ എം പി രാജേഷ്, വി ശിവൻകുട്ടി എന്നിവർ മുഖ്യ അതിഥികളാവും. ആന്റണി രാജു എം.എൽ.എ, മേയർ ആര്യ രാജേന്ദ്രൻ, സ്ഥലം കൗൺസിലർമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. പൊതുമരാമത്ത് സെക്രട്ടറി ബിജു പ്രഭാകരന്റെ നേതൃത്വത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡും സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡും ചേർന്നാണ് ഇങ്ങനെ തലസ്ഥാനത്തെ പാലങ്ങൾ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്.